വളരെ മനോഹരമായി നമ്മുടെ NH66 പണിയുന്നുണ്ട്. എന്നാൽ പലയിടത്തും പല ഘട്ടമായിട്ട് മൊത്തം ഇടിഞ്ഞു വീഴുന്നതും തകർന്നു വീഴുന്നതും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇത്രയും കോടിക്കണക്കിന് രൂപകൾ മുടക്കി ഈ പണിയുന്ന ഹൈവേയിൽ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും നോക്കാതെ ആണ് വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളത് ഒരു ദയനീയ അവസ്ഥ തന്നെയാണ്. ഇവിടെ ഇതിന് മനുഷ്യാവകാശ കമ്മീഷനോ കോടതിയോ ഒന്നും ഇതിന് മറുപടി പറയുന്നുമില്ല, നടപടി എടുക്കുന്നുമില്ല. കാരണം നമ്മൾ ആ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഇത്രയും വലിയ റോഡ് പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കവിടെ ബ്ലോക്ക് ഉണ്ടാവും, അത് സമ്മതിച്ചു. പക്ഷേ ആ റോഡിൻ്റെ ബ്ലോക്ക് ഉണ്ടാവും എന്ന് അവർക്ക് മുൻകൂട്ടി അറിയുന്നാൽ സർവീസ് റോഡുകൾ പണിഞ്ഞ് വാഹനങ്ങൾ കടന്നു പോകാനുള്ള രീതിയിൽ ചെയ്തതിന് ശേഷം മാത്രമേ റോഡുകൾ പൊളിക്കാനോ പണിയാനോ പാടുള്ളൂ എന്ന ഒരു നിയമം തന്നെ ഉള്ളതാണ്. കാരണം ഒരു റോഡ് പണിയുമ്പോൾ അതിന് ആ വഴിയിൽ കൂടെ പോകേണ്ട വാഹനങ്ങൾക്കുള്ള സാമാന്യം യാത്ര ചെയ്യാനുള്ള റോഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. കാരണം ഇവിടെയൊക്കെ നോക്കുക, റോഡിലെല്ലാം എന്തോരു ബ്ലോക്ക്, എന്തൊരു കുഴിയാണെന്നറിയാമോ. ചെറിയ വാഹനങ്ങളൊക്കെ നിരവധി എണ്ണമാണ് അപകടത്തിൽപ്പെടുന്നത്. ആരും പരാതിപ്പെടാനില്ലാത്തതുകൊണ്ടാണ് ഈ പുറംലോകം അറിയാത്തത് കേട്ടോ. എന്ത് ബുദ്ധിമുട്ടാണ്. തുടങ്ങിയ കാലം മുതൽ, പണി തുടങ്ങിയ കാലം മുതൽ കുണ്ടും കുഴിയെ കിടക്കുന്ന സ്ഥിരം സ്ഥലമാണ് ഹരിപ്പാട്, കവലയും ആ വെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ ഭാഗത്തുള്ള ആ അമ്പലത്തിൻ്റെ പള്ളിയുടെയൊക്കെ മുമ്പിലുള്ള വഴിയുണ്ടല്ലോ. എങ്ങനെ ആരുടെ യാതൊരു സ്കൂട്ടറിലൊക്കെ പോകുന്നവരെ കഷ്ടമാണ് കേട്ടോ. ടാക്സി വാങ്ങിക്കുന്നതിന് ഒരു കുറവില്ല. ഒരു ദിവസം പെൻഡിങ് വന്നാൽ ഫൈൻ ഉൾപ്പെടെ വാങ്ങിക്കും അല്ലേ. അപ്പം എന്തുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാനുള്ള റോഡ് തന്നിട്ട് നിങ്ങൾ റോഡ് പണിഞ്ഞോളൂ, റോഡ് പണിയുമ്പോൾ നിങ്ങൾ ടോളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ. പക്ഷെ നമുക്ക് അതുവരെ യാത്ര ചെയ്യാൻ നല്ല റോഡ്, പകല് 12 മണിക്ക് ഇത്രയും നല്ല വെയിലുള്ള സമയത്ത് വലിയ മഴയത്ത്, ഇനി മഴക്കാലമാണല്ലോ, ആ മഴയത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് റോഡ് പോലും നല്ല കാണാൻ പറ്റത്തില്ല, അതുപോലെ മഴയാണ്. അപ്പോൾ രാത്രിയാണെങ്കിൽ, ഇരുട്ടാണെങ്കിൽ ആ റോഡിൽ ലൈറ്റ് ഇല്ല, റിഫ്ലക്ഷൻ ഇല്ല, ഒന്നുമില്ല. റിഫ്ലക്ഷൻ ഒന്നും വർക്ക് ചെയ്യത്തില്ല മഴയത്ത്, അറിയാമല്ലോ. അതുപോലെ നമുക്ക് ഈ ഇപ്പോഴത്തെ സോളാറൊക്കെ വെച്ച് ലൈറ്റ് വെക്കാൻ വെക്കാം, പക്ഷേ അതും സൂര്യപ്രകാശത്ത് വർക്ക് ചെയ്യത്തില്ലല്ലോ, സൂര്യപ്രകാശം വേണ്ടേന്. ഈ മഴയത്തൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? രാത്രിയിലൊക്കെ എങ്ങനെ റോഡ് കാണും? എന്തൊരു കഷ്ടമാണ് നോക്കി. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ബൈക്കുകാർ, ഓട്ടോക്കാർ, ചെറിയ വാഹനങ്ങളിൽ പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നിരവധി വാഹനങ്ങളാണ് അപകടപ്പെടുത്തിപ്പെട്ടും ആക്സിഡന്റ് ഒടിച്ചും ടയർ പൊട്ടിയും ഒക്കെ കിടക്കുന്നത്. എന്ത് ചെയ്യാനാ? ആരോട് പറയാനാ? പരാതി പറയാനാ? അവിടെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടോ? എന്തൊരു കുഴി. ഈ പില്ലറിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടുള്ള യാത്രക്കാർക്ക് അറിയാൻ പറ്റും. കായംകുളം ഹരിപ്പാട് റോഡിന് ഇടയിലുള്ള ഈ പില്ലറുകൾക്കിടയിലൂടെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അത് തുടങ്ങിയ അന്ന് മുതൽ ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. രണ്ട് സൈഡിലും സർവീസ് റോഡുകൾക്കുള്ള സ്ഥലം അതുകൊണ്ട് ഒരു സൈഡിൽ കൂടെ മതി. ഉള്ള റോഡ് വൃത്തിയായിട്ട് പണിഞ്ഞിട്ടതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ടും ചെയ്തോ, നിങ്ങൾ പണി ചെയ്തു. ആരും ബുദ്ധിമുട്ട്, പണി ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു കുഞ്ഞിനും അറിയാം. പക്ഷെ നിങ്ങൾ ആ ചെയ്തിരുന്ന റോഡ് ഇതിലും ഭേദം കണ്ടത്തിൽ കൂടെ പോകുന്നല്ലേ. കണ്ടത്തിൽ കൂടെ പോയാൽ ഇതിലും വൃത്തിയായിട്ട് പോകാൻ പറ്റുമല്ലോ. കുഴിയാണെന്നും ചെളിയാണെന്നും പറയാനില്ല. ഇത് ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരുന്ന ആളുകൾ, ആ യാത്ര ചെയ്ത് വരുന്നവർക്ക് ഭയങ്കര കഷ്ടമാണ്. ആക്സിലും സസ്പെൻഷനും ടയറും എല്ലാം പോകും. കാരണം ഇത് നോക്കി, നിങ്ങൾക്ക് ആ റോഡിൽ കൂടി യാത്ര ആരെങ്കിലും ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തോ, ഞാൻ പറയുന്ന കളവാണെങ്കിൽ ശരിയല്ലേ. നമ്മൾ ടാക്സ് അടച്ച്, ഇൻഷുറൻസ് അടച്ച്, പെട്രോൾ അടിച്ച്, ഇവിടെ പെട്രോളിന് വില കൂടുതലാണ്. വണ്ടിക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നോ, പുകമലിനീകരണം ഉണ്ടോ, ഇതൊക്കെ ഉണ്ടാകുന്നു. ഇതുപോലെ പൊടി മലിനീകരണം, ഇത് മഴ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഈ നാട്ടിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ പൊടിയല്ലേ. ആ പൊടി പറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വെള്ളം നൽകിയിട്ടുണ്ടോ റോഡിൽ? ഇല്ലല്ലോ. അത് മലിനീകരണമല്ലേ. ആര് ചെയ്യും? റോഡിൽ വണ്ടിക്കകത്ത് ട്രാഫിക് മൂലം ഉണ്ടാകുന്ന പുകമലിനീകരണം പോലും ഈ റോഡ് നല്ലതാകത്തുണ്ടല്ലേ. റെയിൽവേ ക്രോസുകൾ കണ്ടിട്ടില്ലേ? റെയിൽവേ ക്രോസുകളിൽ വാഹനങ്ങൾ സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകത്തില്ല, പുകമലിനീകരണം ഉണ്ടാകത്തില്ല. അതുപോലെയല്ല ഈ റോഡിലും. ഈ റോഡിൽ നമ്മൾ എല്ലാവരും എക്സ്പെർട്ട് അല്ല. ഞാൻ ഉൾപ്പെടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെർട്ട് അല്ല. വണ്ടി നമുക്ക് ഓടിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ റോഡുകളിൽ നമ്മുടെ വാഹനങ്ങളുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കി റോഡിൽ നമ്മൾ ട്രാഫിക് ജാമൊക്കെ ഉണ്ടാകുമ്പോൾ വണ്ടിയൊക്കെ പുക മലിനീകരണം ഉണ്ടാകത്തില്ല. ഡീസൽ വണ്ടി തന്നെ വേണമെന്നില്ല, പെട്രോൾ വണ്ടി ഏത് വണ്ടി ആയാലും മതി, നല്ല വണ്ടിയാണെന്ന് വേണ്ടതില്ല. ഈ ട്രാഫിക്കിൽ ജാം ആകുമ്പോൾ പുക മലിനീകരണം ഉണ്ടാവും. നല്ല റോഡ് നമുക്ക് നൽകി കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഇത് ചെയ്യുമോ? ഇത്രയും ബ്ലോക്ക് ഉണ്ടാവുമോ? ഇത്രയും പെട്രോളിന് ചിലവുണ്ടാവുമോ? സമയനഷ്ടം. എന്ത് കഷ്ടമാണ്. ഒരു എമർജൻസി ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ആംബുലൻസ് ഇതുവഴി പോകണമെങ്കിൽ നിങ്ങൾ ആലോചിക്കുക എത്ര സമയം എടുക്കും ആലോചിക്കുക. NH66 പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ റോഡിന് മാത്രം കാര്യമല്ല, മിക്ക റോഡിലും ഇതിനാ. അതുപോലെ ഫ്ലൈ ഓവർ പണിയുന്നുണ്ട്. മിക്ക ജംഗ്ഷനിലും ഫ്ലൈ ഓവർ പണിയുന്നതിന് കലങ്ങ് പോലെ പണിഞ്ഞ് വെച്ചിട്ട് അകത്തൊരു ഹോളുണ്ട്. എങ്കിൽ നിങ്ങൾ ആ ബാക്കി ഭാഗങ്ങൾ മൊത്തം നമ്മുടെ MC പോകുമ്പോൾ തന്നെ കാണാം, നമ്മൾ എന്തും വേണ്ടി മണ്ണും കുന്നും ഇടിച്ച് മണ്ണ് കൊണ്ട് നിറയ്ക്കുക. നിങ്ങൾ പലയിടത്തും മണ്ണ് തള്ളിയാണ് ഇപ്പോൾ റോഡിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മലപ്പുറത്തെ കഴിഞ്ഞ ദിവസം ഉണ്ടായി അങ്ങനെയല്ലേ. ഈ മണ്ണ് ഇത്രയും ഫില്ല് ചെയ്യുന്നതിനേക്കാളും എളുപ്പമല്ലേ നിങ്ങൾക്ക് മെറ്റിൽ ഇട്ട് ഉപയോഗിച്ച് പില്ലർ പണിയുന്നത്. പില്ലർ പണിഞ്ഞ് ലാസ്റ്റ് എൻഡിൽ, ലാൻഡിങ്ങിൽ മാത്രം എൻഡിൽ വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത്ര സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഭാവിയിൽ നമുക്ക് ആ റോഡ് ഉപയോഗിച്ചുകൂടെ? താഴത്തെ റോഡ് നമുക്ക് ലോക്കലി ആ ഏരിയ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും. മുകളിൽ കൂടെ പൊക്കോ.
ടാക്സ് അടിച്ച് ടോളറച്ച് മേളിലൂടെ പൊക്കോട്ടെ, താഴെയുള്ളവർക്ക് താഴെ റോഡ് ഉപയോഗിച്ചൂടെ? ഇപ്പോൾ സർവീസ് റോഡ് മാത്രം രണ്ട് സൈഡ് രണ്ട് രാജ്യത്തിൻ്റെ കൂട്ട്, അപ്പുറവും കാണത്തില്ല ഇപ്പുറവും കാണത്തില്ല. 1 കിലോമീറ്റർ ഇറങ്ങി വേണം നമ്മൾ യൂട്ടേൺ അടിക്കാൻ. അടിയിൽ പാർക്ക് മറ്റേ പണി കഴിഞ്ഞാൽ പില്ലർ വെച്ച് പണി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു, പലരും എനിക്ക് കമൻറ്റ് ഇട്ടുണ്ട് നേരത്തെ പിടിക്കത്ത്. ഈ പണിയുന്ന റോഡുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കോസ്റ്റ് കൂടുതലാണ്. ഇന്ന് ആ കോസ്റ്റ് വെച്ച് പണിഞ്ഞാൽ ഇഷ്ടംപോലെ പാറ മലയൊക്കെ നമ്മൾ ആന്ധ്രയിലും കർണാടകയിലൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് പൊട്ടിച്ച് വന്നാൽ മതിയല്ലോ. അതുകൊണ്ടൊന്ന് പണി കഴിഞ്ഞാൽ ഇപ്പോഴും കൊണ്ടുവരുന്ന അവിടെ നിന്നല്ലേ പണി കഴിഞ്ഞാൽ ഇപ്പോഴുണ്ടാകുന്ന കോസ്റ്റിൻ്റെ 10 ഇരട്ടി ലാഭം ഉണ്ടാകത്തില്ല. ഒന്ന് 10 വർഷം കഴിയുമ്പോൾ ഈ റോഡിനകത്ത് നമുക്ക് ഇതുപോലെ വാഹനങ്ങൾ ഇതിൻ്റെ കൂട്ടായിരിക്കുമോ? അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, എന്തിനാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്? ഈ മണ്ണെല്ലാം കൊന്നുപിടിച്ചിട്ട് പ്രകൃതിക്കും ദോഷം ചെയ്യുന്ന കാര്യങ്ങളല്ലേ ചെയ്യുന്നത്? എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചുമ്മാ ഞാൻ പറഞ്ഞെന്നുള്ളൂ, കണ്ടപ്പോൾ വിഷമം തോന്നി പറഞ്ഞു. ഓക്കെ.